ഹായ് ഹലോ. നമ്മളിന്ന് കാണുന്ന ഈ മനോഹരമായ പ്രദേശം ഏതാണെന്നറിയൂ? ഇതാണ് നമ്മുടെ പുള്ള്. അതെ, നമ്മുടെ മഞ്ജുവാരുടെ നാടായ പുള്ള്. ഞാനിവിടെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ലൊക്കേഷനായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പുള്ളിലത്തെ ഷാജി പുള്ള് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ തന്നെയാണ് ഷോർട്ട് ഫിലിം. അതിൻ്റെ ഷൂട്ടിങ്ങിനായിട്ടാണ് നമ്മളവിടെ വന്നിരുന്നത്. നമ്മളൊരു ഈവനിങ് ടൈം ആയിരുന്നു അവിടെ എത്തുന്നത്. ഈവനിങ് ടൈം തന്നെയാണ് ഇതിവിടെ നമ്മുടെ കൊട്ടവഞ്ചിയും അതുപോലെ കയാക്കിങ് ഒക്കെ സർവീസ് ഉണ്ടാവുന്നത്. ആ സമയത്ത് തന്നെ ഈവനിങ് ടൈം തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം നമ്മുടെ പുള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം. പുള്ള് എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് പുള്ള്. പുള്ള് അന്തിക്കാട് എന്നൊക്കെ പറഞ്ഞാൽ പ്രകൃതിയുടെ മനോഹാരിത കൊണ്ട് നിറച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പഴയ പാലം പുതിയ പാലം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെ നമ്മളിതാ ജസ്റ്റ് നടന്നു. നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനായ കാരണം അധികം ടൈം നമുക്ക് അതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ഇതാ കാണുന്ന കൊട്ടവഞ്ചിട്ട ഇവിടെ ഷാജിയേട്ടൻ്റെ കൊട്ടവഞ്ചിയും അതുപോലെ കയാക്കിങ് സർവീസ് നടത്തുന്ന ഇതാണ് കേട്ടോ. അത് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയാക്കിങ് അതുപോലെ തന്നെ പെഡൽ ബോട്ടും കൊട്ടവഞ്ചിയിലത്തെ യാത്രകളും നമുക്ക് ആസ്വദിക്കാം കേട്ടോ. നമ്മൾ വരുന്ന നേരത്ത് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവനിങ് ടൈം തന്നെയാണ്. ഫാമിലിയൊക്കെ ആയിട്ടാണ് ആൾക്കാർ കൂടുതലും വരുന്നത് കേട്ടോ. അതുപോലെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ആകാൻ പറ്റണ അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് തന്നെയാണ് നമുക്ക് അവിടെ. പിന്നെ നമുക്കവിടെ അടിപൊളി ഫുഡും കിട്ടും കേട്ടോ. അതുപോലെ ബീഫും മുട്ടയും അതുപോലെ കൊള്ളിയും മുട്ടയും കാടമുട്ട അത് ഇത് എന്നൊക്കെ കൊണ്ട് കുറേ ഐറ്റംസ് അവിടെ കാണാം നമുക്ക് കേട്ടോ. അപ്പം നമ്മളെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഇതാ കൊട്ടവഞ്ചിയിൽ കയറാനുള്ള പ്ലാനാട്ടാ. ഞാൻ കയാക്കിങ്ങിന് പെഡൽ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് കൊട്ടവഞ്ചിയിൽ ആദ്യമായിട്ടാട്ടാ. ഷാജേട്ടൻ കുറേ നാളായി വായോ സ്വപ്നം വന്ന് വായോ ബ്ലോഗ് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എനിക്ക് കുറച്ച് തിരക്കുകളുള്ള കാരണം ഇങ്ങനെ അത് മിസ്സായിന്നുള്ളൂ. അപ്പം ചേച്ചിമാർ നമ്മളെ കയറാനൊക്കെ സഹായിക്കും. അപ്പോൾ 4 പേരാണ് കേട്ടോ. ഒരു കൊട്ടവഞ്ചിയിൽ 4 പേരാണ് കയറാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേട്ടൻ്റെ ഫോണൊക്കെ കൊടുത്തിട്ട് വീഡിയോയ്ക്ക് ഇതാക്കണം. അപ്പോൾ അവർക്ക് ടാറ്റ കൊടുത്തിട്ട് നമ്മൾ കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ പെഡൽ ബോട്ടിലും ഇതുപോലെ കയാക്കിനും കാര്യങ്ങളിലൊക്കെ പോയെങ്കിലും കൊട്ടവഞ്ചിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. 4 പേരാണ് കേട്ടോ കൊട്ടവഞ്ചിയിൽ. 4 പേരും പിന്നെ തുഴയണ ആളും കൂടിയിട്ട് 5 പേരാണ് മൊത്തത്തിൽ പോകണത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഈ യാത്ര തുടരാണ്. ഈ നമ്മൾ വഞ്ചിയിലൊക്കെ വെള്ളത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ സലീം കുമാർ ചേട്ടൻ്റെ മായാവിയിൽ ഹൊയ് 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 എന്നിട്ട് ആ കുടം പിടിച്ച് വരണ ഇത് ഇപ്പം എനിക്ക് വെള്ളത്തിലിറങ്ങിയാൽ തോന്നുന്ന ഫീലാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ചോദിക്കണു. അതിന് ഒരു ഭാഗം കൂടി ഉണ്ട്, അത് അടുത്ത പാർട്ടിലിടാം. അപ്പോൾ ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ഒന്ന് മറക്കാതെ ചെയ്യുക. താങ്ക്